ക്രിസ്ത്യാനോ റൊണാൾഡോ പോരാ. ഗോളടിക്കാൻ അറിയില്ലെങ്കിൽ ഇങ്ങനെ സബ് ചെയ്യും. 90 മിനിറ്റ് കളിക്കാനുള്ള ആരോഗ്യമില്ല, പ്രായമായി. സ്ഥിരമായി ഓഫ് സൈഡ് പൊസിഷനിൽ നിന്നാൽ പാസ് എങ്ങനെയാണ് കൊടുക്കുക? പാസ് കിട്ടാൻ വേണ്ടി കാത്തു നിൽക്കണോ? താഴേക്കിറങ്ങി വന്ന് പന്ത് പിടിച്ചെടുത്തുകൂടെ റോണോയ്ക്ക്? മറ്റുള്ളവരുടെ പന്തും പിടിച്ചെടുത്ത് ഗോളടിക്കാൻ നോക്കും. സ്വാർത്ഥനാണ്, സെൽഫിഷാണ്. പണ്ടത്തെ റോണോയേ അല്ല, ടീമുമായി സിങ്ക് അല്ല. എതിർ ഗോൾ പോസ്റ്റിൽ ചായക്കടയുണ്ടാക്കി ചായയും കുടിച്ചിരിപ്പാണ്. ശ്രീകാന്ത് വെട്ടിയാറുടെ ട്രോൾ വീഡിയോയിൽ പറയുന്നത് പോലെ ഇപ്പോൾ എതിർ ടീമിലെ ഗോളിയുമായി റിയാദിലെ അൽ നസർ വീര കഥകൾ പറഞ്ഞിരിക്കുകയാണ്. ഇങ്ങനെ എത്രയെത്ര വിമർശനങ്ങളാണ്. സത്യത്തിൽ ഇത്രയും കളിയാക്കലുകളും വിമർശനങ്ങളും റോണോ അർഹിക്കുന്നുണ്ടോ? അത്രമാത്രം മോശമായാണോ റോണോ കഴിഞ്ഞ കളിയിൽ പെർഫോം ചെയ്തത്? ഈ അവസ്ഥയിൽ നിന്നും എതിരാളികളെ നിശബ്ദരാക്കി ക്രിസ്ത്യാനോ റൊണാൾഡോ തിരിച്ചു വരുമോ? തിരിച്ചു വരാൻ സാധിക്കുമോ? നമുക്കൊന്ന് നോക്കാമെന്ന് തോന്നുന്നു. കോങ്കോക്കെതിരെ കഴിഞ്ഞ മത്സരത്തിൽ നിറം മങ്ങിയതോടെയാണ് ക്രിസ്ത്യാനോ റൊണാൾഡോയെ വിമർശിച്ചുകൊണ്ട് വിമർശന ശരം കൊണ്ടും പരിഹാസം കൊണ്ടും സമൂഹ മാധ്യമങ്ങൾ മൂടിയത്. മുഖ്യ എതിരാളിയായ ലയണൽ ആന്ദ്രയാസ് മെസ്സി ഹാട്രിക് നേടിയ ദിവസം തന്നെ ലോകകപ്പിലെ ആദ്യ മത്സരത്തിനിറങ്ങിയ റൊണാൾഡോ ഗോൾ രഹിതനായി മടങ്ങിയതാണ് കൂക്കുവിളികൾക്കും അതുപോലെ ഇത്തരത്തിലുള്ള രൂക്ഷമായ വിമർശനങ്ങൾക്കും വഴിതെളിച്ചത്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ അന്താരാഷ്ട്ര ഗോളുകൾ നേടിയ ഒരു മനുഷ്യനെയാണ്, എല്ലാ കാലത്തെയും ഏറ്റവും മികച്ചവരെന്ന് പലരും ഗണിക്കുന്ന, പലരും കരുതുന്ന ഒരു മനുഷ്യനെയാണ് ഒരു ദിവസത്തെ അല്പം നിറമങ്ങിയ പ്രകടനത്തെ തുടർന്ന് ഇങ്ങനെ വിമർശനങ്ങൾ കൊണ്ട് മൂടുന്നത്. ഐ ഡോണ്ട് ഹാവ് ടു ഷോ എനിത്തിങ് ടു എനിവൺ, ദർ ഈസ് നത്തിങ് ടു പ്രൂവ് എന്ന് കൃത്യമായും വ്യക്തമായും തൻ്റെ കളി കൊണ്ട് തെളിയിച്ച മനുഷ്യനെയാണ് ഇങ്ങനെ വളഞ്ഞിട്ട് വിമർശിക്കുന്നത്. മേ ബി ദേ ഹേറ്റ് മീ ബിക്കോസ് ഐ ആം ടു ഗുഡ് എന്ന് തെളിയിച്ച ഒരു മനുഷ്യനെയാണ്, ഒരു പ്ലെയറെയാണ് ഇങ്ങനെ കളി പഠിപ്പിക്കാൻ നിൽക്കുന്നത്. 41-ാമത്തെ വയസ്സിലും പോർച്ചുഗലിനെ നയിക്കാനിറങ്ങിയ ക്രിസ്ത്യാനോ റൊണാൾഡോയിൽ അദ്ദേഹത്തിൻ്റെ പ്രതാപകാലമൊന്നും ഓർക്കാതെ അല്പമൊന്ന് നിറമങ്ങിയപ്പോഴാണ് ആരാധകർ ഇങ്ങനെ ചൊടിച്ചുകൊണ്ട് ഇത്തരം വിമർശനങ്ങളൊക്കെയും ഉന്നയിക്കുന്നത്. ടീം ഒന്നടങ്കം പ്രതീക്ഷക്കൊത്തുയർന്നില്ലെന്നത് വാസ്തവമായിരിക്കെ റൊണാൾഡോ മാത്രം ക്രൂശിക്കപ്പെടുകയായിരുന്നു കഴിഞ്ഞ മത്സരശേഷം. ടീമിലെ എല്ലാവരും ഒരുപോലെ കോങ്കോക്കെതിരായ മത്സരത്തിൽ നിറമങ്ങിയിരുന്നു. ബ്രൂണോയും മറ്റുമെല്ലാം ആ സമയത്ത് കൃത്യമായും അവരുടെ റോൾ നിർവഹിക്കാൻ കഴിയാതെ ഉയലുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അതിനൊപ്പം ക്രിസ്ത്യാനോ റൊണാൾഡോയിലേക്ക് എത്തിയ പാസുകളും കഴിഞ്ഞ മത്സരത്തിൽ കുറവായിരുന്നു. ടീം അംഗങ്ങൾ അദ്ദേഹത്തിന് അർജന്റീന മെസ്സിക്ക് നൽകിയതുപോലൊരു റെസ്പെക്റ്റോ പ്രാധാന്യമോ ഗ്രൗണ്ടിൽ നൽകിയിട്ടില്ല എന്നതും വ്യക്തമാണ്. അങ്ങനെയുള്ള സമയത്ത് റോണോയെ മാത്രം വിമർശിക്കുന്നത് ഒട്ടും ശരിയല്ല. സത്യത്തിൽ ഇത്രയും കളിയാക്കലുകളും വിമർശനങ്ങളും അദ്ദേഹം അർഹിക്കുന്നില്ല എന്നതാണ് സത്യം. അത്രമാത്രം മോശമായിട്ടുമല്ല അദ്ദേഹം കഴിഞ്ഞ കളിയിൽ പെർഫോം ചെയ്തത്. കഴിഞ്ഞ ദിവസം പോർച്ചുഗൽ കോങ്കോ മത്സരത്തെക്കുറിച്ചുള്ള തൻ്റെ വിലയിരുത്തൽ പങ്കുവെച്ചുകൊണ്ട് മുൻ ഇന്ത്യൻ താരമായ CK വിനീത് കഴിഞ്ഞ ദിനം രംഗത്തെത്തിയിരുന്നു. ഒറ്റക്കുണ്ടാക്കിയ സാമ്രാജ്യം എന്ന വാചകം അന്വർത്ഥമാക്കുന്ന രീതിയിലാണ് റൊണാൾഡോ ഗ്രൗണ്ടിൽ ഒറ്റപ്പെട്ടു പോയതെന്നും കൂടുതൽ പാസുകൾ പൂർത്തിയാക്കുന്ന ടീം മത്സരം ജയിക്കുമെന്ന തെറ്റായ ചിന്താഗതിയോടെയാണ് പോർച്ചുഗൽ താരങ്ങൾ കളിച്ചതെന്നും CK വിനീത് ഈ ഒരു പോസ്റ്റിൽ പറയുന്നുണ്ട്. അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്ന കാര്യങ്ങൾ പലതും സൂക്ഷിച്ചു നോക്കിയാൽ നമുക്ക് ശരിയാണെന്ന് തോന്നും. വിനീത് പറയുന്നത് ഇങ്ങനെയാണ്: മത്സരത്തിലുടനീളം കൂടുതൽ പാസുകൾ പൂർത്തിയാക്കുന്ന ടീം മത്സരം ജയിക്കുമെന്ന തെറ്റായ ചിന്താഗതിയോടുകൂടിയാണ് പോർച്ചുഗൽ താരങ്ങൾ കളിച്ചതെന്ന് കരുതേണ്ടിയിരിക്കുന്നു. പന്ത് കൂടുതൽ സമയം കൈവശം വെച്ചിട്ടും ബോക്സിലേക്ക് അപകടകരമായ മുന്നേറ്റങ്ങൾ നടത്താൻ അവർക്ക് സാധിച്ചിട്ടില്ല. ടീമിന്റെ പ്രധാന പ്ലേ മേക്കറായ ബ്രൂണോ ഫെർണാണ്ടസ് ആകട്ടെ സ്വന്തം നീൾ മാത്രമായി ഒതുങ്ങിപ്പോയി. പ്രതിരോധ നിരയിൽ നിന്നോ മധ്യനിരയിൽ നിന്നോ കൃത്യമായ ലോങ് ബോളുകളോ ത്രൂ ബോളുകളോ ക്രോസുകളോ റൊണാൾഡോയിലേക്ക് എത്തിക്കാൻ ടീമിന് കഴിഞ്ഞിട്ടില്ല. ആദ്യ പകുതിയിൽ ലക്ഷ്യബോധമുള്ള ഒരൊറ്റ മുന്നേറ്റം പോലും നടത്താൻ പോർച്ചുഗലിന് സാധിച്ചില്ല എന്നത് അവരുടെ തന്ത്രങ്ങളുടെ പരാജയമാണ് കാണിക്കുന്നത്. ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ഏറ്റവും വലിയ കരുത്ത് അദ്ദേഹത്തിൻ്റെ അസാധ്യമായ ഹെഡിംഗ് മികവാണ്. വായുവിൽ ഉയർന്നു ചാടി ഗോൾ നേടാൻ റൊണാൾഡോ ബോക്സിനുള്ളിൽ നിലയുറപ്പിച്ചപ്പോഴൊക്കെ വിങ്ങുകളിൽ നിന്നും കൃത്യമായ ക്രോസുകൾ നൽകാൻ വിങ് ബാക്കുകളോ വിങ്ങർമാരോ താല്പര്യം കാണിച്ചില്ല. ബോക്സിലേക്ക് പന്ത് എത്തിക്കുന്നതിന് പകരം അനാവശ്യമായി പന്ത് പിന്നിലേക്ക് പാസ് ചെയ്യാനാണ് വിങ്ങർമാർ ശ്രമിച്ചത്. ഇത് ടീമിൻ്റെ ആക്രമണത്തിൻ്റെ മൂർച്ച പൂർണ്ണമായും കുറച്ചു. മുന്നേറ്റ നിരയിൽ റൊണാൾഡോ തികച്ചും ഒറ്റക്കായിരുന്നു. പന്ത് ലഭിക്കാതെ വന്നതോടെ അദ്ദേഹം പലപ്പോഴും പന്ത് സ്വീകരിക്കാൻ മധ്യനിരയിലേക്ക് ഇറങ്ങി വരേണ്ടി വന്നു അദ്ദേഹത്തിന്. ചുരുക്കത്തിൽ ഗ്രൗണ്ടിൽ റൊണാൾഡോയെ പലപ്പോഴും സ്വന്തം ടീം അംഗങ്ങൾ തന്നെ അവഗണിക്കുകയായിരുന്നു എന്ന് കരുതേണ്ടി വരും. കോച്ച് റോബർട്ടോ മാർട്ടിനസ് തൻ്റെ തന്ത്രങ്ങളിൽ വലിയ മാറ്റങ്ങൾ വരുത്തുകയും റൊണാൾഡോ എന്ന ലോകോത്തര കളിക്കാരനെ കൃത്യമായ രീതിയിൽ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്താൽ മാത്രമേ പോർച്ചുഗലിന് ഇനി ശക്തമായൊരു തിരിച്ചുവരവ് സാധ്യമാകൂ. പോർച്ചുഗലും റൊണാൾഡോയും കൂടുതൽ കരുത്തോടെ വരും ദിവസങ്ങളിൽ മടങ്ങി വരുമെന്ന് തന്നെ പ്രത്യാശിക്കാം എന്നാണ് വിനീത് പറയുന്നത്. ഒരർത്ഥത്തിൽ ഇതിൽ ഒരുപാട് സത്യങ്ങളുണ്ട് താനും. പലപ്പോഴും തന്നിലേക്ക് പന്തുകൾ എത്താതെ അസ്വസ്ഥനാവുന്ന റോണോയെ കഴിഞ്ഞ മത്സരത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. അയാളെപ്പോലെ കാലിബറുള്ള ഒരു കളിക്കാരൻ ഒരു ചെറിയ പഴുത് കിട്ടിയാൽ മതി ഗോളിലേക്ക് എത്തിക്കുമെന്ന് നമുക്കറിയാം. നമ്മൾ ആ ഭൂതകാലം കണ്ടതാണ്. എന്തുകൊണ്ട് റൊണാൾഡോ
റൊണാൾഡോ ആഘോഷിക്കപ്പെട്ടു, ഇത്രയും മഹാനായ കളിക്കാരനാണ് എന്ന് ചിന്തിക്കുമ്പോൾ ഉത്തരം വളരെ സിമ്പിളാണ്. നിങ്ങൾ നിങ്ങളുടെ നാട്ടിൻ പുറത്തെ അങ്ങാടികളിലൂടെ ഒന്ന് സഞ്ചരിച്ചു നോക്കൂ. കേരളത്തിലെ മുക്കിലും മൂലയിലും നിങ്ങൾക്കൊരു പോർച്ചുഗൽ പതാക പാറി കളിക്കുന്നത് കാണുന്നുണ്ടെങ്കിൽ അതിന് കാരണം ഈ മനുഷ്യൻ മാത്രമാണ്. കഴിഞ്ഞ 20ഓളം വർഷത്തിനിടയിലാണ് പോർച്ചുഗൽ എന്ന രാജ്യത്തിനും ലോകകപ്പ് അടുക്കുമ്പോൾ നമ്മുടെ നാട്ടിൽ ഫ്ലക്സുകളും പതാകകളും ഒക്കെ ഉയർന്നു തുടങ്ങിയത്. പരമ്പരാഗതമായി ബ്രസീലിൻ്റെയും അർജന്റീനയുടെയും ജർമ്മനിയുടെയും ഇറ്റലിയുടെയും ഒക്കെ പതാകകൾ പാറി നടന്നിടത്ത് പോർച്ചുഗൽ ഫാൻസിനും ഫ്ലക്സിനും ഒരു ഇടം കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ഈ മനുഷ്യൻ്റെ ഉള്ളത് കൊണ്ട് മാത്രമാണ്. ഒരു രാജ്യത്തെ പതിറ്റാണ്ടുകളായി സ്വന്തം ചുമലിൽ താങ്ങി നിർത്തിയ താരമായിരുന്നു റോണോ. അവർക്കായി ഏറ്റവും കൂടുതൽ ഗോളടിച്ച താരമായിരുന്നു. അവരെ സ്വപ്നം കാണാൻ പഠിപ്പിച്ച താരമായിരുന്നു റോണോ. ബലൻഡിയോർ പുരസ്കാരം 5 വീട്ടിലെ ഷെൽഫിലുള്ള താരമാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ. 60കളിലെ യൂസേബിയോ കുതിപ്പിന് ശേഷം പറങ്കി ഫുട്ബോളിന് വലിയൊരു സ്റ്റാർഡം ചെറുതായെങ്കിലും കിട്ടിയത് ലൂയി ഫിഗോയുടെ കാലത്താണ്. പക്ഷേ ആ കാലത്തെ കുതിപ്പിന് ശേഷം അതിനെ 10 മടങ്ങ് വർദ്ധിപ്പിച്ചതും അവർ കഴിഞ്ഞ കൊല്ലങ്ങളിലായി നേടിയ നേട്ടങ്ങളുടെ എല്ലാം വലിയൊരു പങ്കിന് ചുക്കാൻ ഏകിയത് റോണോ തന്നെയാണ്. പോർച്ചുഗലിൻ്റെ എക്കാലത്തെയും മികച്ച താരമായിട്ടും അയാൾ ആ ടീമിൽ ഒറ്റയ്ക്കുന്ന പ്രതീതിയാണ് നമുക്കറിയാം കഴിഞ്ഞ ഖത്തർ ലോകകപ്പ് പകർന്നു നൽകിയത്. അതേ പ്രതീതിയുടെ തുടർച്ച തന്നെയാണ് ഈ ലോകകപ്പിലെ ആദ്യ മത്സരവും പകർന്നു നൽകുന്നത്. ടീം ഒന്നടങ്കം പ്രതീക്ഷക്കൊത്തു ഉയർന്നില്ലെന്നത് വാസ്തവമായിരിക്കെ റൊണാൾഡോ മാത്രം ക്രൂശിക്കപ്പെടുന്ന ഈ സമയത്ത് അയാൾ തിരിച്ചു വരുമോ വരാനാവുമോ എന്ന ചോദ്യങ്ങൾ അന്തരീക്ഷത്തിൽ തങ്ങി നിൽക്കുന്ന ഈ ഘട്ടത്തിൽ ഏതാണ്ട് ഒരു 3 വർഷം മുമ്പ് റൊണാൾഡോയെക്കുറിച്ച് ഇതിഹാസ ക്രിക്കറ്റ് താരം വിരാട് കോഹ്ലി പറഞ്ഞ വാക്കുകൾ കൂടി സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ വീണ്ടും ചർച്ചയാകുന്നുണ്ട്. അന്ന് 3 വർഷം മുമ്പ് വിരാട് കോഹ്ലി പറഞ്ഞ വാക്കുകൾ ഇതായിരുന്നു: 38ാമത്തെ വയസ്സിലും തനിക്ക് കഴിയുന്നതിൻ്റെ പരമാവധിയാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ ചെയ്യുന്നത്. പക്ഷേ ഫുട്ബോൾ വിദഗ്ധരൊക്കെ മാറിയിരുന്ന് ആഴ്ച തോറും റൊണാൾഡോയെ വിമർശിക്കുന്ന തിരക്കിലാണ്. ലോകത്തെ ടോപ്പ് ക്ലബ്ബുകൾക്കായി അദ്ദേഹം നടത്തിയ പ്രകടനത്തെ സൗകര്യപൂർവ്വം വിസ്മരിച്ച് നടത്തുന്ന ഈ വാചക കസർത്തുകൾ ശ്രദ്ധ പിടിച്ചു പറ്റാനല്ലാതെ മറ്റൊന്നിനുമല്ല. എനിക്ക് ക്രിസ്ത്യാനോ മറ്റെല്ലാവരേക്കാളും വലിയവനാണ്. കളിയോടുള്ള സമർപ്പണവും കഠിനാധ്വാനവും പകരം വയ്ക്കാനില്ലാത്തവനാണ്. അത്ര തീവ്രമായാണ് ഗോളിനായി പ്രയത്നിക്കുന്നത്. റൊണാൾഡോ ഏത് ക്ലബിനായി കളിക്കുന്നു അതിന് ഞാൻ പിന്തുണക്കും. അദ്ദേഹം എന്നെ നിരന്തരം പ്രചോദിപ്പിക്കുന്നു എന്നാണ് വിരാട് കോഹ്ലി ഏതാണ്ട് 3 വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞത്. യെസ്, ഓരോ തവണയും കളിക്കളത്തിൽ തിരിച്ചടികൾ ഉണ്ടായപ്പോൾ സ്വയം പുതുക്കപ്പെട്ട് വിമർശകരെ തിരുത്തിച്ച ശീലമുണ്ട് ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്ക്. ടു ബി ദ ബെസ്റ്റ് യു നീഡ് ദ ബെസ്റ്റ് എന്ന് പറഞ്ഞ് തെളിയിച്ച താരമാണ്. അയാൾക്ക് തിരിച്ചു വരാനാകും, സംശയമില്ല. ലോകകപ്പിൽ പോർച്ചുഗലിൻ്റെ യാത്ര തുടരണമെങ്കിൽ അദ്ദേഹത്തിൽ നിന്നും പ്രതീക്ഷിക്കുന്നതും ആ ഒരു തിരിച്ചുവരവ് തന്നെയാണ്. ക്രിസ്ത്യാനോ വിൽ ബി ബാക്ക്.